നമസ്കാരം, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് സ്വാഗതം. കേരളത്തിൽ വീണ്ടും വലിയ രാഷ്ട്രീയ സാമൂഹിക ശ്രദ്ധ നേടുന്ന ഒരു പുതിയ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതി സംബന്ധിച്ചുള്ള നിർണായക തീരുമാനം ഇപ്പോൾ സംസ്ഥാന തലത്തിൽ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈ പദ്ധതി ഉടൻ തന്നെ നടപ്പിലാക്കാൻ പോകുന്നുവെന്ന് പൊതുഗതാഗത മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നും വിലയിരുത്തൽ വരുന്നുണ്ട്. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ആദ്യഘട്ടത്തിൽ ഈ സൗജന്യ യാത്രാ പദ്ധതി KSRTCയുടെ ഓർഡിനറി സർവീസുകളിലേക്ക് മാത്രമായി പരിമിതപ്പെടുത്തും. മുഖ്യമന്ത്രി VD സതീശനും ഗതാഗത മന്ത്രി CP ജോണും തമ്മിൽ നടന്ന ചർച്ചയിലാണ് ഈ ധാരണയിലെത്തിയത്. ആദ്യ 100 ദിവസം ഇത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് നടപ്പിലാക്കുന്നത്. ഈ കാലയളവിൽ യാത്രാരീതിയും സാമ്പത്തിക ബാധ്യതയും വിശദമായി നിരീക്ഷിക്കും. പിന്നീട് മറ്റ് ബസ് സർവീസുകളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കണോ എന്നത് സർക്കാർ തീരുമാനിക്കും. പദ്ധതി നടപ്പിലാക്കാൻ ലക്ഷ്യമിടുന്നത് ജൂൺ 15 മുതലാണ്. അതായത് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ KSRTC സംവിധാനത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത്. ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ സർക്കാർ ഏറ്റെടുക്കേണ്ട ചെലവ് സംബന്ധിച്ച കണക്കുകളും പുറത്തു വന്നിട്ടുണ്ട്. KSRTC തയ്യാറാക്കിയ കണക്കുകൾ പ്രകാരം എല്ലാ ബസ്സുകളിലും സൗജന്യ യാത്ര അനുവദിച്ചാൽ 3 മാസത്തെ നഷ്ടം 112 കോടി രൂപയാണ്. ഓർഡിനറി ബസ്സുകളിൽ മാത്രം നടപ്പാക്കിയാൽ നഷ്ടം 57 കോടി രൂപയാണ്. സിറ്റി പ്ലസ് ഓർഡിനറി ബസ്സുകളിൽ ഉൾപ്പെടുത്തിയാൽ നഷ്ടം 65 കോടി രൂപയാണ്. ഓർഡിനറി പ്ലസ് ഫാസ്റ്റ് പാസഞ്ചർ സൂപ്പർ ഫാസ്റ്റ് ഉൾപ്പെടുത്തിയാൽ നഷ്ടം 90 കോടി രൂപയായിരിക്കും. ഇതിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത് പദ്ധതി എത്ര വ്യാപകമാകുന്നുവോ അത്രയും സർക്കാർ ചെലവും വർദ്ധിക്കും എന്നതാണ്. സർക്കാർ വ്യക്തമാക്കുന്നത് ഈ ചെലവ് KSRTCക്ക് ബാധ്യതയാകില്ല എന്നതാണ്. ശമ്പളത്തിനും പെൻഷനുമുള്ള സഹായത്തിന് പുറമെ ഈ തുകയും സർക്കാർ നൽകും. KSRTCക്ക് റീഫണ്ട് സംവിധാനം വഴി പണം തിരികെ നൽകും. ധനകാര്യ സെക്രട്ടറിയെ ഈ സാമ്പത്തിക മോഡൽ പഠിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഇത് വലിയ സാമൂഹിക ക്ഷേമ പദ്ധതി എന്ന നിലയിലാണ് സർക്കാർ അവതരിപ്പിക്കുന്നത്. ഈ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇതാണ്: എല്ലാ സ്ത്രീകൾക്കും സൗജന്യ യാത്ര. APL BPL വ്യത്യാസമില്ല, എല്ലാ വിഭാഗങ്ങളിലും ഉള്ള സ്ത്രീകളും ഉൾപ്പെടും. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനും സൗജന്യ യാത്ര അനുവദിക്കും. അതിനാൽ ഇത് ഒരു സമ്പൂർണ്ണ സർവജന യാത്രാ പദ്ധതിയായി മാറുകയാണ്. ഈ ലഭ്യമായ കണക്കുകൾ പ്രകാരം പ്രതിദിനം ഏകദേശം 10 മുതൽ 12 ലക്ഷം വരെ സ്ത്രീകൾ KSRTCയിൽ യാത്ര ചെയ്യുന്നുണ്ട്. ഈ പദ്ധതി ആരംഭിച്ചാൽ സ്ത്രീ യാത്രക്കാരുടെ എണ്ണം കൂടി വർദ്ധിക്കാം, പൊതുഗതാഗത ഉപയോഗം കൂടുതലാകാം, സ്വകാര്യ വാഹന ആശ്രയം കുറയും. ഇതൊക്കെ സർക്കാർ പ്രതീക്ഷിക്കുന്ന പ്രധാന മാറ്റങ്ങളാണ്. ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എങ്ങനെ വിശ്വസിക്കാമെന്ന് നോക്കാം. സ്ത്രീകളുടെ യാത്രാ ചെലവ് കുറയ്ക്കുക, പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുക, KSRTCയുടെ യാത്രക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കുക, അതുപോലെ സാമൂഹിക സുരക്ഷയും സാമ്പത്തിക പിന്തുണയും നൽകുക. ഇതൊരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നുവെന്നും ശ്രദ്ധേയമാണ്. ഇപ്പോൾ അത് നടപ്പിലാക്കുന്ന ഘട്ടത്തിലാണ് സർക്കാർ. ഈ പദ്ധതി നേരിട്ട് എല്ലാ ബസ്സുകളിലേക്കും കൊണ്ടുപോകാതെ ആദ്യം ഓർഡിനറി ബസ്സുകളിൽ മാത്രം നടപ്പിലാക്കുന്നത് ചില കാരണങ്ങൾ കൊണ്ടാണ്. സാമ്പത്തിക ബാധ്യത മനസ്സിലാക്കാനും യാത്രക്കാരുടെ പ്രതികരണം വിലയിരുത്താനും ബസ് സംവിധാനത്തിലെ പ്രവർത്തന ബുദ്ധിമുട്ടുകൾ പരിശോധിക്കാനും ടിക്കറ്റ് മാനേജ്മെന്റ് എങ്ങനെ മാറുന്നു എന്ന് കണക്കാക്കാനും 100 ദിവസത്തെ പരീക്ഷണത്തിന് ശേഷം മാത്രമേ അടുത്ത ഘട്ടം തീരുമാനവും ഉണ്ടാവുകയുള്ളൂ. ഈ പദ്ധതി പ്രഖ്യാപിച്ചതോടെ പൊതുജനങ്ങളിൽ വലിയ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. ഒരു വിഭാഗം ആളുകൾ ഇത് സ്ത്രീകളുടെ സാമ്പത്തിക സുരക്ഷയ്ക്ക് വലിയ സഹായകമാകുമെന്ന് പറയുന്നു. മറ്റൊരു വിഭാഗം KSRTCയുടെ സാമ്പത്തിക ഭാരം കൂടി പോകുമോ എന്ന ആശങ്കയും ഉന്നയിക്കുന്നുണ്ട്. KSRTC ഇതിനകം തന്നെ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു സ്ഥാപനമാണ്. ഇതിനിടയിലാണ് പുതിയ സൗജന്യ യാത്രാ പദ്ധതി വരുന്നത്. അതിനാൽ സർക്കാർ സഹായം കൂടുതൽ നിർണായകമാകും. റീഫണ്ട് സംവിധാനം കാര്യക്ഷമമാകണം. യാത്രാ വരുമാനം എങ്ങനെ ബാധിക്കുമെന്നത് ശ്രദ്ധിക്കണം. ഇതൊക്കെ അടുത്ത മാസങ്ങളിൽ വ്യക്തമായി അറിയാൻ കഴിയും. ജൂൺ 15 മുതൽ ആരംഭിക്കാനിരിക്കുന്ന ഈ പദ്ധതി കേരളത്തിലെ പൊതുഗതാഗത ചരിത്രത്തിൽ തന്നെ ഒരു പ്രധാന മാറ്റമായി മാറുമോ എന്നത് ഇപ്പോഴത്തെ ഒരു പ്രധാന ചോദ്യമാണ്.
സ്ത്രീകൾക്ക് വലിയ ആശ്വാസമാകുമോ? KSRTCക്ക് വലിയ സാമ്പത്തിക ബാധ്യതയാകുമോ? അല്ലെങ്കിൽ ഇരുവരും ബാലൻസ് ചെയ്യുന്ന ഒരു മാതൃകയാകുമോ? ഇതിന് മറുപടി അടുത്ത 100 ദിവസങ്ങൾക്കുള്ളിൽ കേരളം കാണാൻ പോവുകയാണ്. ഇത്തരം ഏറ്റവും പുതിയ സർക്കാർ പദ്ധതികളും കേരളത്തിലെ എല്ലാ പ്രധാന വാർത്തകളും അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. നന്ദി, നമസ്കാരം.